ചുരങ്ങളിലൂടെ യാത്ര ചെയ്തവരായിരിക്കുമല്ലോ നാം എല്ലാവരും. യാത്ര ചെയ്ത് ആ എയർപിൻ വളവുകളിൽ എത്തുമ്പോൾ വല്ലാത്തൊരു ആകാംക്ഷയുടെ നേരമാണത്. വളരെ ശ്രദ്ധ പുലർത്തേണ്ട, അതിജാഗ്രത പുലർത്തേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഇടമാണ് അത്. ഈ ഇടങ്ങളിലായി ഇത്തരം വളവുകളിൽ വെച്ച് നടക്കുന്ന അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ അവിടെ നാം ശ്രദ്ധിക്കേണ്ട, അവിടെ നാം പുലർത്തേണ്ട ചില ജാഗ്രതകളും ചില ശാസ്ത്രങ്ങളുമാണ് നാം ഇന്ന് ഇവിടെ വിശദീകരിക്കുന്നത്. സത്യത്തിൽ നാം ഒരു വാഹനത്തിൽ യാത്ര ചെയ്ത് ഒരു പ്രത്യേക വളവുകളിൽ എത്തുമ്പോൾ, വളവ് കടന്നു പോകുമ്പോൾ നാം പുറത്തേക്ക് തള്ളുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ഇതൊരു മാജിക്കോ ഒന്നും തന്നെയല്ല. ഇത് ഒരു ശാസ്ത്രത്തിൽ പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഇത്. ഒരു വാഹനം വളവ് തിരിയുമ്പോൾ അതിലുള്ള വസ്തുക്കളും പുറത്തേക്ക് തള്ളുന്നുണ്ട് എങ്കിൽ ആ ബലത്തെ വിളിക്കുന്ന പേരാണ് സെൻട്രിഫ്യൂഗൽ ബലം എന്നാണ് നാം ഫിസിക്സിൽ അതിനെ വിളിക്കുന്നത്. F=mv²/r എന്ന് പറയുന്ന സെൻട്രിഫ്യൂഗൽ ഇക്വേഷനിലൂടെയാണ് അത് നാം പഠിപ്പിക്കുന്നത്. ആ ഇക്വേഷനിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, v എന്നത് വെലോസിറ്റി, മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രവേഗം എന്ന് പറയും. v² ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പ്രവേഗത്തിൻ്റെ സ്ക്വയർ ടൈംസ് ആണ് ഇതിൻ്റെ ബലം വരിക. അതുകൊണ്ട് തന്നെ ഈ വരുന്ന വാഹനത്തിൻ്റെ വേഗത വളരെ കൂടുകയാണെങ്കിൽ അതിൻ്റെ 2 ഇരട്ടിയോളം ശക്തിയിൽ അത് പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെയാണ് വളരെ വേഗതയിൽ സഞ്ചരിച്ചു വരുന്ന ഒരു വാഹനം ആ എയർപിൻ വളവുകളിൽ നിന്ന് വളയുന്ന സമയത്ത് പല ഡ്രൈവർമാർക്കും കൺട്രോൾ നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതുതന്നെയാണ്. ഈ വാഹനവും പുറത്തേക്ക് തന്നെ തള്ളാൻ ശ്രമിക്കും, അതിനുള്ളിലുള്ള മനുഷ്യന്മാരും പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കും. ആ സെൻട്രിഫ്യൂഗൽ ബലത്തിൽ F=mv²/r എന്ന ഇക്വേഷനിൽ m എന്നത് മാസിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. v എന്നത് ഞാൻ നേരത്തെ പറഞ്ഞു പ്രവേഗത്തെയാണ്. അതോടൊപ്പം തന്നെ ഈ 2 വസ്തുക്കളുടെയും എമൗണ്ട് കൂടുന്നതിനനുസരിച്ച് തന്നെ സെൻട്രിഫ്യൂഗൽ ബലം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അപകട സാധ്യത വളരെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അവിടെ ഒന്നാമത്തെ കാര്യം. സത്യത്തിൽ രണ്ടാമത്, നമ്മൾ അവിടെ ഈ എയർപിൻ വളവുകളിലെ അപകടം കുറക്കുന്നതിന് വേണ്ടി നമ്മൾ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ അവിടെ മറ്റൊരു ശാസ്ത്രം കൂടി അപ്ലൈ ചെയ്യാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരു റോഡിൻ്റെ ആ വളവിൽ ഒരു ഭാഗം അല്പം ഉയർത്തിക്കൊണ്ട് നിർമ്മിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് ശരിക്കും ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്ന ഒരു ഫിസിക്സിലെ ഒരു കോൺസെപ്റ്റാണ്. അത് ആ ബാങ്കിങ് ഓഫ് റോഡ് ശരിക്ക് റോഡ് കൃത്യമാണ് എങ്കിൽ അപകടങ്ങൾ വീണ്ടും കുറയാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു വാഹനത്തിന് കൃത്യമായിട്ട് വളക്കാനുള്ള സാധ്യത കൂടുകയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അപകടങ്ങൾ കുറയുന്നു. പക്ഷെ അപ്പോഴും അങ്ങനെയൊക്കെ റോഡുകൾ സജ്ജീകരിച്ചിട്ടും അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജാഗ്രതയിലുള്ള കുറവ് തന്നെയാണ് എന്ന് നാം അനുമാനിക്കേണ്ടി വരും. ഈ ബാങ്കിങ് ഓഫ് റോഡിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ശരിക്ക് v=√rg tan θ എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനിലൂടെയാണ് ഇത് വിശദീകരിക്കുന്നത്. ഞാൻ സിമ്പിളായി പറയുകയാണെങ്കിൽ r എന്നത് ആ റേഡിയസിനെയാണ്, ആ വളവ് തിരിയുന്ന, അതുപോലെ തീറ്റയുണ്ട് ആംഗിൾ, നിങ്ങൾ എത്രത്തോളം ശ്രദ്ധിച്ചാണ് തിരിയുന്നത് എന്നത് തന്നെയാണ് അതിലെ പ്രധാനം. നിങ്ങൾ വാഹനം അതിവേഗതയിൽ വന്ന് പെട്ടെന്ന് സഡനായിട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അപകടത്തിലേക്ക് വരുമെന്നത് ആ തീറ്റ എന്ന ആംഗിൾ എന്ന ആ സ്പെസിഫിൻ വേർഡ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഗൗരവത്തിൽ വളരെ ശ്രദ്ധാപൂർവമാണ് ഈ ചുരങ്ങളിൽ നമ്മുടെ വാഹനത്തെ നമ്മൾ നിയന്ത്രിക്കേണ്ടത്. മറ്റൊരു കാര്യം, ശരിക്കും അതിൽ G എന്നൊരു ടേം ഞാൻ പറഞ്ഞു, അത് ഗ്രാവിറ്റി എന്ന ടേമാണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് ആ ടേമിന് വളരെ പ്രാധാന്യം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, ഫ്രിക്ഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ ഫ്രിക്ഷനും കൂടി ഇല്ലെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ മഴ കൂടി വർഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടും. അതിവേഗതയിൽ വരുന്ന നിങ്ങളുടെ വാഹനം തീർച്ചയായിട്ടും മഴയും കൂടി പെയ്ത ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ വാഹനം മുന്നോട്ട് പോകുന്നതെങ്കിൽ എഴുതി വെച്ചോ, നിങ്ങളുടെ കൺട്രോളിൽ നിന്ന് വാഹനം നഷ്ടപ്പെട്ടു പോകും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടി വരുന്നത്. ശരിക്കും നമ്മുടെ ഫിസിക്സിൽ ഒരു കോൺസെപ്റ്റ് കൂടി പറയാറുണ്ട്, ഒരു റിയാക്ഷൻ ടൈം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയുന്നത്, ഇറ്റ് ഈസ് എ ടൈം ടു ഒബ്സർവ്, തിങ്ക് ആൻഡ് ആക്ട്. അതിൻ്റെ കോൺസെപ്റ്റ് നോക്കൂ, ഒരു വസ്തുവിനെ നിങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച്
അതിനെക്കുറിച്ച് ചിന്തിച്ച് അത് പ്രവർത്തിക്കാനുള്ളൊരു ടൈമാണ് റിയാക്ഷൻ ടൈം. അതൊരു ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യതയായിരിക്കണം. ഞാൻ പറയുന്നത്, നിങ്ങളിങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മുന്നിൽ നിങ്ങൾ ഒരാളെ കാണുന്നു, അയാളെ നിങ്ങൾ നന്നായി നിരീക്ഷിച്ച്, എന്നിട്ട് എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച്, എന്നിട്ട് ശരിയാണ് ബ്രേക്ക് ചവിട്ടണം എന്ന് ചിന്തിച്ച്, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. ആ ഒരു റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് വളരെ മൊമെൻറ്റിൽ, വളരെ നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരു ഡ്രൈവറുടെ ചിന്തയിലേക്ക് വരേണ്ട സാധനമാണ്. ഇറ്റ് ഈസ് ദി ടൈം ടു ഒബ്സേർവ്, തിങ്ക് ആൻഡ് ആക്ട്. ഇത് വളരെ ഫാസ്റ്റായി നടക്കണം. പെട്ടെന്നൊരു ഒരു വസ്തു മുന്നിലേക്ക് ചാടിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്തു ചെയ്യണം? ബ്രേക്ക് വളരെ പതുക്കെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അത് ചെയ്യുമ്പോൾ അത് വളരെ വേഗത്തിലാണ് എങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഒരു കൃത്യമായ ഒരു വസ്തു മുന്നിലേക്ക് ചാടുമ്പോൾ നിങ്ങൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സഡൻ ബ്രേക്കാണ് ഇടുന്നതെങ്കിൽ വാഹനത്തിന് വേഗത കൂടി കൂടുതലുണ്ടെങ്കിൽ വീണ്ടും അപകടങ്ങളിലേക്ക് പോകും. ആ ഒരു പ്രൊസീജിയർ നമ്മൾ വളവുകളിൽ നിന്നാകുമ്പോൾ അത് കൂടുതൽ കൂടുതൽ അപകടങ്ങളിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ ചുരങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള എയർപിൻ വളവുകളിൽ നമ്മുടെ ജാഗ്രതക്കുറവ് തന്നെയാണ് ഒട്ടുമിക്ക അപകടങ്ങളുടെയും പിന്നിലെന്ന് നാം അനുമാനിക്കേണ്ടി വരും, അപഗ്രഥിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഓരോ യാത്രകളും, ചുരങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്രകൾ, ഓരോ വളവ് തിരിയുമ്പോഴും അത് ഒരു റോഡിൻ്റെ വളവായിട്ട് നിങ്ങൾ കാണരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തിരിവായിട്ട് നാം അതിനെ കാണണം. ഒരു ചെറിയ അശ്രദ്ധ ഒരു നിമിഷത്തെ അതിവേഗം എല്ലാം മാറ്റിമറിക്കും. നിങ്ങളെ കാത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു കുടുംബം അവിടെയുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ലോകം അവിടെയുണ്ട്. അവരൊക്കെ നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് അവർ നിങ്ങളെ കാണുന്നത്. അതുകൊണ്ട് ചുരങ്ങളിൽ യാത്ര ചെയ്യുന്ന നിങ്ങളുടെ വാഹനത്തെ നിയന്ത്രിക്കണം, വേഗത കുറക്കണം. കാരണം നിങ്ങൾക്ക് മുന്നിലുള്ള വഴികളേക്കാൾ വിലപ്പെട്ടത് നിങ്ങളെ കാത്തിരിക്കുന്ന ജീവിതമാണ് എന്ന ആശയത്തിലാണ് നാം ഇവിടെ ഈ വിഷയം നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്.